ഹലോ ഗൈസ്, അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്പറേറ്റേഴ്സാണ്. സോ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് രണ്ട് ബൂളിയൻ ഓപ്പറേറ്റേഴ്സ് വരാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമുക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പം നമുക്ക് രണ്ട് ട്രൂ വരണം. അപ്പോൾ രണ്ട് ട്രൂ വരുമ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക, ഒരു ട്രൂ റിട്ടേൺ ടൈപ്പ് ചെയ്യുക. ഇപ്പം ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല എന്ന് എനിക്കറിയാം. അതായത് ഇപ്പം എനിക്കിപ്പോൾ എറണാകുളത്തേക്ക് പോകണം. അപ്പോൾ ഞാൻ പറയാണ്, അതായത് മഴ ഇല്ലെങ്കിൽ മഴ ഇല്ലെങ്കിൽ എനിക്ക് ബസ് കിട്ടിയാൽ, അതായത് രണ്ട് കണ്ടീഷൻ ഉണ്ട്. ഇപ്പം ഈ രണ്ട് കണ്ടീഷൻ ട്രൂ ആയാലാണ് ഞാൻ അവിടെ എത്തുള്ളൂ, എറണാകുളത്തേക്ക് എത്തുള്ളൂ. സോ ഇതാണ് നമ്മുടെ ഒരു ഓപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ. അതായത് രണ്ട് ട്രൂ വരണം. ഓക്കെ, പിന്നെ അത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഒരു വട്ടം പറഞ്ഞ പോലെ തന്നെ രണ്ട് കണ്ടീഷൻ ട്രൂ വരണം. അതായത് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ഒരു വട്ടം പറയാണ്. അതായത് മഴയില്ലെങ്കിൽ എനിക്ക് ബസ് കിട്ടിയാൽ ഞാൻ എറണാകുളത്തേക്ക് എത്തും. ഓക്കെ, അപ്പം ഇത് രണ്ടെണ്ണത്തിലും ട്രൂ ആയി കഴിഞ്ഞാലാണ് ഞാൻ എവിടേക്ക് എത്തുള്ളൂ, എറണാകുളത്തേക്ക് എത്തുള്ളൂ. സോ ഇങ്ങനത്തെ ഒരു സിനാരിയോ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. സോ നമുക്കിതൊരു ഉദാഹരണം ചെയ്യാം. ഉദാഹരണം ചെയ്തൊരു റിയൽ ടൈം അപ്ലിക്കേഷൻ കൂടി നമുക്ക് ചെയ്ത് നോക്കി നോക്കാം. അപ്പോൾ ഇപ്പോൾ രണ്ട് വാല്യൂ നമുക്ക് കൊടുക്കാം. ഇതിപ്പോൾ നോർമലായിട്ട് നമുക്ക് പഠിപ്പിക്കാൻ ഇപ്പോൾ എ സിക്കൽ ബൂളിയനാണ് ഞാൻ അവിടെ പാസ് ചെയ്യുന്നത് കേട്ടോ. ട്രൂ, b equal to false. Bool b is equal to false. Okay. സോ ഞാൻ പ്രിന്റ് ചെയ്യാൻ പോവാണ്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഓപ്പറേറ്ററാണ്. ആദ്യം ഞാനിപ്പോൾ ആൻഡ് ഓപ്പറേറ്റർ ചെയ്യാം. ഓക്കെ, ബി. ഇതിൽ നമുക്ക് എന്ത് ഔട്ട്പുട്ട് കിട്ടാന്ന് നോക്കാം. അതിപ്പോൾ എ ട്രൂവും ബി ഫോൾസും ആണ്. ഓക്കെ, നമുക്ക് വേണമെങ്കിൽ ഒരു വാല്യൂ കൂടി ആഡ് ചെയ്യാം, ഒരു ട്രൂ വാല്യൂ കൂടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് മിക്സ് ചെയ്ത് യൂസ് ചെയ്യാൻ എളുപ്പമായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ട്രൂ ആക്കി ഇടാം. ട്രൂ. ഓക്കെ, സോ ഇവിടെ നമുക്ക് വരുന്ന ഔട്ട്പുട്ട് നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ നമുക്ക് കണ്ടില്ലേ, ഫോൾസ് കിട്ടി. അതായത് എ എന്ന് പറയുന്നത് ഒരു ട്രൂ വാല്യൂയും ബി എന്ന് പറയുന്നത് എന്താണ്, ഒരു ഫോൾസ് വാല്യൂ ആണ്. ഇത് രണ്ടും ട്രൂ ആണ്. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം നേരത്തെ നമ്മളൊരു ഉദാഹരണം വെച്ച് നോക്കുകയാണെങ്കിൽ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അതായത് മഴയില്ലെങ്കിൽ അതുപോലെ ബസ് കിട്ടിയാൽ, ഇപ്പം ഇതിലിപ്പോൾ മഴ ഉണ്ടെന്ന് വിചാരിക്കുക, ബസ് കിട്ടി പക്ഷെ മഴയുണ്ട്, അങ്ങനെയാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എറണാകുളത്തേക്ക് എത്താൻ പറ്റില്ല. നേരെ മറിച്ച് മഴയില്ല, അന്ന് എനിക്ക് ബസ് കിട്ടിയില്ല. അപ്പം അങ്ങനത്തെ ഒരു സീനാരിയോ ആണെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, എറണാകുളത്തേക്ക് എത്താൻ പറ്റില്ല. സോ ഇങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. അതിപ്പോൾ രണ്ടെണ്ണം ട്രൂ ആയാൽ മാത്രം. ഇപ്പോൾ ഇൻ കേസ് ഞാനിവിടെ ഇപ്പോൾ ബി പാസ് ചെയ്യുന്നോടത്ത് എന്ത് ചെയ്തു, സി പാസ് ചെയ്യാന്ന് വിചാരിക്കുക. സോ ഇങ്ങനത്തെ ഒരു സിനാരിയോയിൽ നമുക്ക് കണ്ടില്ലേ ട്രൂ കിട്ടി, അത് രണ്ടും ട്രൂ ആയി പോയി. സോ ഇങ്ങനെ വന്നു കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് വരാം, അതായത് ഈ ഓപ്പറേറ്റർ, അതായത് ലോജിക്കൽ ഓപ്പറേറ്റർ നിങ്ങൾ ശ്രദ്ധിക്കുക. ലോജിക്കൽ ഓപ്പറേറ്റർ യൂസ് ചെയ്യുമ്പോൾ ഇത് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ പോലെ ഇരിക്കും, പക്ഷെ ഇത് ബിറ്റ് വൈസ് ഓപ്പറേറ്റർ അല്ല. ഒരെണ്ണം വെച്ച് കഴിഞ്ഞാൽ ബിറ്റ് വൈസും അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ലോജിക്കലുമാണ്. സോ ഇതും നിങ്ങൾ നോക്കാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് അടുത്തൊരു സിനാരിയോ നോക്കാം, ഒരു ലൈഫ് സ്റ്റൈൽ സിനാരിയോ നോക്കും. ഇപ്പോൾ ഞാൻ എൻ്റെ കയ്യിലൊരു ഗ്ലാസ് ഉണ്ട്. സോ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ടെങ്കിലും ഞാൻ കുടിക്കും, അതുപോലെ തന്നെ ഇപ്പോൾ ഗ്ലാസ്സിൽ ഇപ്പോൾ ചായ ആണെങ്കിലും ഞാൻ കുടിക്കും. സോ ഇതിലിപ്പോൾ ഏതെങ്കിലും ഒരെണ്ണമായാൽ മതി, എന്തുണ്ടെങ്കിലും എനിക്ക് പ്രോസസ്സ് എന്താണ്, കുടിക്കുക എന്നുള്ളതാണ്. സോ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതുപോലെ ചെയ്തിടാൻ പറ്റും. അപ്പോൾ ആ ഒരു കോഡാണ് ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ എ ഓർ ഓർ വരുമ്പോൾ ഇങ്ങനത്തെ ഓപ്പറേറ്റർ, ഓർ ബി. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഓർ ഓപ്പറേറ്റർ. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. സോ കണ്ടില്ലേ, ട്രൂ കിട്ടി. ഇനിയിപ്പോൾ ഇത് രണ്ടും ഫോൾസ് ആണ്. അതായത് ഇപ്പോൾ വെള്ളവും ഇല്ല ചായയും ഇല്ലെങ്കിൽ എനിക്ക് കുടിക്കാൻ പറ്റുമോ, ഇല്ല. അപ്പോൾ നമുക്കിപ്പോൾ ബി രണ്ടെണ്ണത്തിൽ പാസ് ചെയ്ത് നോക്കി നോക്കാം എന്തായിരിക്കും എന്നുള്ളത്. കണ്ടില്ലേ, ഫോൾസ് കിട്ടി. സോ രണ്ടെണ്ണം ഫാൾസ് ആവണമെങ്കിൽ നമുക്ക് എന്ത് വരും, ഫാൾസ് വരും. ഇതാണ് അടുത്ത ഓപ്പറേറ്റർ. പിന്നെയുള്ളതാണ് നോട്ട് ഓപ്പറേറ്റർ. അതായത് കിട്ടുന്ന ഓപ്പറേറ്ററിനെ നേരെ ഓപ്പോസിറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നോട്ട് ഓപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതായത് ഇപ്പോൾ പ്രിന്റ് ചെയ്യാം. അതായത് പ്രിന്റ്, ഇപ്പോൾ ഒരു ബ്രാക്കറ്റ് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പേ ഗ്രേറ്റർ ദാൻ ബി. ഓക്കെ, ഓപ്പറേറ്റർ ഇപ്പോൾ ബ്രാക്കറ്റ് ഇടണം. നമുക്കിത് കഴിഞ്ഞതിന് ശേഷം ബ്രാക്കറ്റ് ഇടാം. അതുണ്ടല്ലോ, എന്താണ് അത്, ഡിഫൈൻ ടൈപ്പ് പൂൾ. ഓക്കെ ഓക്കെ ഓക്കെ, അതായത് നമ്മളിപ്പോൾ ഗ്രേറ്റർ ദാൻ ഈക്വൽ ദാൻ യൂസ് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഇൻറ്റീജറിലല്ലേ യൂസ് ചെയ്യാം. ഇൻറ്റ് എ ഈക്വൽ ടു 10 നമ്മൾ എ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് num1 കൊടുക്കാം ഈക്വൽ ടു 10. പിന്നെ അതുപോലെ num2 ഈക്വൽ ടു 20. സോ ഇവിടെ നമുക്ക് num1 പാസ് ചെയ്യാം, പിന്നെ അതുപോലെ തന്നെ num2 പാസ് ചെയ്യാം. സോ ഈ രണ്ട് വാല്യൂസ് നമ്മളിവിടെ പാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ നമ്മളിതിൽ കാണിച്ച സിനാരിയോ വെച്ച് num2 ഇതിപ്പോൾ ട്രൂ ആയിരിക്കും കിട്ടുക. ഓക്കെ, നമുക്കിത് റൺ ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ട്രൂ കിട്ടി. അതായത് ഈ ഒരു കണ്ടീഷൻ ട്രൂ ആണ്. സോ ഈ ഒരു കണ്ടീഷനെ നമുക്ക് ഇത് ചെയ്യണം, അതായത് നേരത്തെ ഇരിക്കണം. അതായത് ഈ ട്രൂവിനെ നമുക്ക് ഫോൾസ് ആക്കണമെങ്കിൽ ഇങ്ങനെ ബ്രാക്കറ്റ് ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു നോട്ട് ഓപ്പറേറ്റർ കൊടുത്താൽ മതി. ഇപ്പോൾ ഇതെന്തായി, ഫോൾസ് ആയി. സോ ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഓപ്പറേറ്റേഴ്സ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ പഠിച്ച ഓപ്പറേറ്റർ ഏതൊക്കെയാണ്, ആൻഡ് ഓപ്പറേറ്റർ പോലെ ഓർ ഓപ്പറേറ്റർ, പിന്നെ അതുപോലെ തന്നെ നോട്ട് ഓപ്പറേറ്റേഴ്സ്. സോ ഈ 3 കണ്ടീഷനാണ് നമുക്കുള്ളത്. പിന്നെയുള്ളത് നിലവിൽ നമുക്കൊരു റിയൽ ടൈം എക്സാമ്പിൾ നോക്കി നോക്കാം. അപ്പോൾ ഇൻ കേസ് ഇത് കളയാണ്ട് ചെയ്യാം. നിൽക്കട്ടെ, നമുക്കൊരു കാര്യം ചെയ്യാം. നമുക്ക് num1 num2 num3 എന്ന് പറയുന്ന 3 വാല്യൂസ് ഇപ്പം നമ്മൾ നിലവിൽ ഇവിടെ കൊടുത്തിട്ടുണ്ടല്ലോ. അപ്പം num3 ഒരെണ്ണം കൊടുക്കാം. num3 ഈക്വൽ ടു 30. സോ ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഈ 3 വാല്യൂസിൽ ഏതാണ് വലുത് എന്നുള്ളത് കണ്ടുപിടിക്കാൻ പോകുന്ന ഒരു പ്രോഗ്രാമാണ്. സോ ഞാൻ ഇത് നോക്കി നോക്കാം. അപ്പോൾ ഇഫ് num1, അതായത് num1 ഗ്രേറ്റർ ദാൻ, ഇവിടെ നമുക്ക് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. അപ്പോൾ num1 ഗ്രേറ്റർ ദാൻ num2, അല്ലെങ്കിൽ ആൻഡ് എന്ന് വെച്ചാൽ ഇത് രണ്ടും ട്രൂ ആണ്. അതുപോലെ num1 ഗ്രേറ്റർ ദാൻ num3 ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഇപ്പോൾ പ്രിന്റ് num1 ഈസ് ദി ലാർജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് കൊടുക്കാം. ഓക്കെ, ഇനിയിപ്പോൾ എൽസിഫ് ഒരെണ്ണം കൊടുക്കാം, ഒരു എൽസിഫ് കൊടുക്കാം. എൽസിഫ് ഇപ്പോൾ num2 ഗ്രേറ്റർ ദാൻ num1 and num2 ഗ്രേറ്റർ ദാൻ num3 ആണെങ്കിൽ എന്താണ്, നമുക്ക് ഇതേ കണ്ടീഷൻ തന്നെ കൊടുക്കാം. ഓക്കെ, എല്ലാം വന്നുണ്ട്. ഓക്കെ, അപ്പോൾ num2 ഈസ് ഗ്രേറ്റർ, ഇതിലേതാ num1 ഈസ് ഗ്രേറ്റർ, num2 ഈസ് ഗ്രേറ്റർ, അല്ലെങ്കിൽ num3 ഈസ് ഗ്രേറ്റർ. ഓക്കെ, അലൈൻമെന്റ് കറക്റ്റ് ആക്കാം. ഓക്കെ, പ്രോപ്പറായി. സോ ഈ ഒരു പ്രോഗ്രാമിൽ നമ്മൾ കണ്ടില്ലേ, ഇപ്പം num3 ആണ് ഗ്രേറ്റർ, അതായത് ഇവിടെ 30 ഇപ്പം നമ്മളിതിപ്പോൾ 200 ആക്കി എന്ന് വിചാരിക്കാം. ഇപ്പം num2 200 ആക്കി നമുക്കിത് എന്ത് വാല്യൂ വരുന്നത് കണ്ട, num2 ഈസ് ലാർജസ്റ്റ്. സോ ഇങ്ങനത്തെ സിനാരിയോസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു പ്രോഗ്രാംസ്, അതായത് ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നൊരു കേസാണ്. സോ ഇങ്ങനത്തെ ഒരുപാട് കേസ് ഉണ്ടാവും. നമുക്ക് ഇത് വേണമെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് ഇതുപോലെ ചെയ്യാം. ഇപ്പം ആൻഡ് ഓപ്പറേറ്റർ ഇനിയിപ്പോൾ ഇതിൽ നിന്ന് മാത്രമല്ല, ഇപ്പം എണ്ണസംഖ്യ കൂടുന്നതനുസരിച്ച് ആൻഡ് ഓപ്പറേറ്റേഴ്സ് നമുക്ക് ഇട്ടിട്ട് പോവാം. പിന്നെ അതുപോലെ ഓർ ഓപ്പറേറ്റേഴ്സ് ഇതുപോലെ നമുക്ക് ലൈനിൽ ഇങ്ങനെ ഇട്ടിട്ട് പോവാം. അപ്പം എല്ലാ കണ്ടീഷൻസും ട്രൂ ആണെങ്കിൽ മാത്രമാണ് നമുക്ക് എന്ത് വരുള്ളൂ, ഈ ഒരു കണ്ടീഷനിൽ ട്രൂ നമുക്ക് വരുള്ളൂ. ഏതെങ്കിലും ഒരു കണ്ടീഷൻ ഫോൾസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ട്രൂ വാല്യൂ കിട്ടില്ല. സോ ഇതാണ് നമ്മുടെ ലോജിക്കൽ ഓപ്പറേറ്റേഴ്സ്. ഇനി നമുക്ക് ഓപ്പറേറ്റേഴ്സിൻ്റെ ഉള്ളിൽ നമുക്ക് പഠിക്കാനുള്ളത് രണ്ട് സംഗതികളാണ്. അതായത് ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നൾ സേഫ്റ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഓപ്പറേറ്റർ. അതായത് ഇങ്ങനെ വരും 2 ക്വസ്റ്റ്യൻ മാർക്ക്. ഓക്കെ, ഇത് നമുക്ക് നൾ സേഫ്റ്റി പഠിക്കുമ്പോഴാണ് വരാം. പിന്നെയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഇഫ് കണ്ടീഷൻ എൽസ് കണ്ടീഷൻ നിങ്ങൾ പഠിപ്പിച്ചിട്ടില്ല. അതായത് ഇതൊരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് ഇഫ് എൽസ്. ഓക്കെ, ഇപ്പോൾ നിങ്ങളിത് ആദ്യമായിട്ടും കാണുന്നുണ്ടാവും. ഇൻ കേസ് എ ബിഗിനർ, ഇപ്പോൾ നിങ്ങൾ ഒരു അഡ്വാൻസ്ഡ് അല്ലെങ്കിൽ ഇന്റർമീഡിയറ്റ് ഒക്കെ ആളാണെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ മുൻപ് പ്രോഗ്രാമിംഗ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ നമുക്ക് ഇതൊക്കെ അറിയണ്ടായിരിക്കും. ഓക്കെ, സോ നമുക്ക് ഈ ഒരു ഓപ്പറേറ്ററാണ്. പിന്നെയുള്ളത് നമുക്ക് ടെർണറി ഓപ്പറേറ്ററാണ്. അത് ഇഫ് പ്രോഗ്രാമിനെ നമുക്ക് വേണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ 3 സ്റ്റേറ്റ്മെന്റ്സ് ആയിട്ട് മാറ്റാം, ഒരു 3 ലൈൻ ഓഫ് കോഡായിട്ട് മാറ്റാം. അതിനെ ടെർണറി എന്ന് പറയും, ടെർണറി ഓപ്പറേറ്റർ എന്ന് പറയും, പിന്നെ അല്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷണൽ എക്സ്പ്രഷൻസ് എന്ന് പറയും. അപ്പോൾ ഈ 2 സംഗതികളാണ് നമുക്ക് ഈ ഓപ്പറേറ്റേഴ്സിലുള്ളത്. ഇപ്പോൾ ഞാൻ പറഞ്ഞത്, ഇപ്പോൾ ഈ
ഇഫ് എൽസ് നമുക്ക് പഠിക്കുമ്പോൾ, അതായത് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സ് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ടെർണറി ഓപ്പറേറ്റർ നമുക്ക് നോക്കാൻ പറ്റും. ഓക്കെ, പിന്നെ അതുപോലെ നൾ സേഫ്റ്റി നോക്കുന്ന സമയത്തും ഇതുപോലെ ഈ കണ്ടീഷണൽ എക്സ്പ്രഷൻസ്, അതായത് നൾ സേഫ്റ്റി ഓപ്പറേറ്റേഴ്സും നമുക്ക് നോക്കാം. സോ ഇതിനാണ് നമുക്ക് പെൻഡിങ് ഉള്ളത്. അപ്പോൾ അത് നമുക്ക് അടുത്ത ക്ലാസ് തൊട്ടിട്ട് നമുക്ക് കവർ ചെയ്ത് പോകും. സോ ഇനി അടുത്ത ക്ലാസ് തൊട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ലൂപ്സിൻ്റെ ആയിരിക്കും. അതായത് ലൂപ്പുകൾ കുറച്ച് പഠിക്കാനുണ്ട്. സോ ലൂപ്പിൻ്റെ ആവശ്യകത എന്താണെന്നുള്ളതൊക്കെ കറക്റ്റായിട്ട് വിവരിക്കുക. സോ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ബൈ.